ഹായ് ഡിയേഴ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പാക്ക് ചെയ്യുകയാണേ. അങ്ങനെ ഞാൻ ഈ പട്ടാള ക്യാമ്പിൽ നിന്ന് പടിയിറങ്ങുകയാണ് ഗൈസ്. ഞാൻ നാട്ടിലിനി സെറ്റാവാൻ പോവുകയാണ്. ഹസ്ബൻഡ് ഇവിടെ ഒരു സിംഗിൾ മെമ്പർ ആയിരിക്കും, ഞാനും പിള്ളേരും നാട്ടിലാണ് കേട്ടോ. 3 വർഷത്തെ ഞങ്ങളുടെ സമ്പാദ്യമായിരുന്നു കുറേ ബാഗുകളും കുറേ സാധനങ്ങളും. അതൊക്കെ ഞങ്ങൾ പരമാവധി അവിടെ തന്നെ കളഞ്ഞിട്ടുണ്ട്. ഈ തണുപ്പിൻ്റെ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. പരമാവധി എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വേസ്റ്റൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് 11 ബാഗ് ബാക്കി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി ഒരു ജീപ്പായിരുന്നു അയച്ചത്. അപ്പോൾ ആ ജീപ്പിൽ കൊള്ളാത്തത് കൊണ്ട് പിന്നെ ആ ജീപ്പ് തിരിച്ചു പോയി വേറൊരു ലോറി വന്നു കേട്ടോ. എന്നിട്ട് ആ ലോറിയിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് എല്ലാം സെറ്റാക്കി തന്നിട്ടാട്ടോ അവർ പോയത്. ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും നമ്മളൊരു വീടൊക്കെ ആയി തന്നെ താമസിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുട്ടിയായി 2 കുട്ടിയായി. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു വീട് വെച്ചു. കുഞ്ഞു വീട് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു വീട് വെച്ചു. ഇനി നാട്ടിലെ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ ചേട്ടന് ഇനി സിംഗിൾ മെമ്പർ ആയിരിക്കും, ഞാനും പിള്ളേരും നാട്ടിലായിരിക്കും. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒട്ടും ഇല്ല എന്ന് പറയും. കാരണം എനിക്കും അറിയില്ല. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞ സമയത്ത്, എല്ലാവരും അങ്ങനെ ആയിരിക്കണം, കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ കുറേ ആലോചിച്ചു. ഞാൻ ആദ്യം ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ വേണ്ടി കാത്തിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിള്ളേർ വന്നു, നമുക്ക് സമയമില്ല, ഒന്നിനൊന്നിനും സമയമില്ല. അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കണം. അതുകൊണ്ട് എനിക്ക് മിസ്സിങ് ഫീല് വരുന്നില്ല. ഇനി കുറച്ച് നാൾ പിരിഞ്ഞ് നിൽക്കുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അച്ചായനോടും ചോദിച്ചപ്പോൾ അവനും അങ്ങനെ ഒരു വിഷമം ഉള്ളതായിട്ട് അവനും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 1 ദിവസമായി 2 ദിവസമായി നല്ല പേടിയുണ്ടായിരുന്നു പിള്ളേരെങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ അവരും കുഴപ്പമില്ല, ഭയങ്കര ബഹളമായിരുന്നു, എന്നാലും മാനേജ് ചെയ്യുന്ന രീതിയിൽ പറ്റി. എൻ്റെ അച്ചായന് പിന്നെ ട്രെയിനിൽ കയറിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എല്ലാ ഫുഡും വാങ്ങും അവൻ കേട്ടോ. എന്ത് ഇപ്പോൾ ബണ്ണ്, വടാപ്പാവ്, അങ്ങനെ കുറേ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ. ഞാനും കഴിക്കും, കുറച്ചൊക്കെ കഴിക്കാണ്ട് വേറെ നിവർത്തിയില്ല. നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ പാക്ക് ചെയ്ത് വന്നതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കാണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ട്രെയിനിൽ ചൂടോടെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി എപ്പോഴും കൊണ്ടുവരികയാണ് പതിവ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്കും വന്നു, ചേട്ടൻ്റെ വീട്ടിലേക്കും പോയി കേട്ടോ. അത് വേറെ ഒന്നുമല്ല, 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ടും വന്നു. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ സോഫ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയായിരുന്നു. അങ്ങനെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. ബായ്.